ശബരിമലയിലേക്ക് തന്നെയാണ് പോകുന്നത്. സന്നിധാനത്ത് SITയുടെ നിർണായക പരിശോധന തുടരുകയാണ്. ശ്രീകോവിലിന്റെ 4 വശങ്ങളിലെ തൂണുകളിലെ പാളികൾ അഴിച്ചെടുത്തു. പ്രധാന വാതിലിലെ പാളികളും അഴിച്ചെടുത്തു. പാളികൾ പ്രത്യേക മുറിയിലേക്ക് മാറ്റി. പ്രവീൺ പുരുഷോത്തമനുണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രവീൺ, ഇപ്പോൾ ഈ പരിശോധനയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി അത് പ്രത്യേക മുറിയിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്താണ് ഇനി അടുത്ത നടപടിക്രമങ്ങൾ? ഇനിയിപ്പോൾ ഈ പാളികൾ അത് മാറ്റാനുള്ളത് ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ, സ്വർണം പൂശിയ പാളികളാണ് ഇനി അഴിച്ചെടുക്കാനുള്ളത്. ബാക്കി ഈ ശ്രീകോവിലിന്റെ 4 വശങ്ങളിലുമുള്ള തൂണുകൾ, ആ തൂണുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ സ്വർണം പൊതിഞ്ഞിരുന്ന ഭാഗങ്ങൾ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കറിയാൻ കഴിയുന്നത് തന്ത്രിയുടെ മുറിക്ക് സമീപം പ്രത്യേക മുറി തന്നെ ഇവിടെ നിന്നും ഈ ശേഖരിക്കുന്ന ഈ പാളികൾ അവിടെ വെക്കാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോവുക എന്നുള്ളതാണ്. ആ കട്ടിളപ്പാളി, പ്രധാനപ്പെട്ട വാതിൽ, ഇവയിൽ നിന്നെല്ലാം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അഴിച്ചെടുത്തുകൊണ്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആകെയുള്ളത് ദ്വാരപാലക ശില്പങ്ങളിലെ ഈ ഒരു പാളികൾ മാത്രമാണ്. പ്രധാനമായും നാം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ, ഒപ്പം തന്നെ കട്ടിളപ്പാളി, പ്രധാനപ്പെട്ട വാതിൽ എന്നിവിടങ്ങളിൽ മാത്രം ആ ഭാഗങ്ങളിലെ പാളികൾ മാത്രം അഴിച്ചെടുക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിലേക്കാണ് SIT പോകുന്നത്. കാരണം ഹൈക്കോടതി തന്നെ ഇതിൻ്റെ ഒരു സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കട്ടിളപ്പാളി, പ്രധാനപ്പെട്ട വാതിൽ, ദ്വാരപാലക ശില്പപാളികൾ എന്നിവ മാത്രമല്ല, വിജയ് മല്യ 99-ൽ എത്ര സ്വർണം സമർപ്പിച്ചിട്ടുണ്ട്, ആ സ്വർണം എവിടെയെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്, അവിടെ നിന്നെല്ലാം സാമ്പിൾ എടുക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഈ SIT നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു അന്വേഷണം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 99-ൽ ശ്രീകോവിലിന്റെ മുകൾ വശം, അതിൻ്റെ 4 വശങ്ങൾ, 4 പ്രധാനപ്പെട്ട തൂണുകൾ, ദ്വാരപാലക ശില്പങ്ങൾ, പ്രധാനപ്പെട്ട വാതിൽ, കട്ടിളപ്പാളി എന്നിവിടങ്ങളിലെല്ലാം സ്വർണം പൊതിയുകയാണ് ചെയ്തിരുന്നത്. അത് ദേവസ്വം ബോർഡിന്റെ രേഖകൾ പ്രകാരം SITക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 30 കിലോഗ്രാമിലധികം തൂക്കം സ്വർണം വിജയ് മല്യ വഴിപാടായി സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ എത്ര സ്വർണം ഇവിടെ ഉണ്ട് എന്നതാണ് SIT പ്രധാനമായും അന്വേഷിക്കുക. അത് ഈ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തുന്നതിലൂടെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാണ് SITക്കുള്ളത്. അതായത് ഇപ്പോൾ ഈ 4 തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ, അത് വിശദമായി അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകും. അപ്പോൾ അതിൽ എത്ര സ്വർണ്ണമുണ്ട്, അതിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മയുള്ള സ്വർണ്ണമാണോ എന്നതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തുമ്പോൾ 99-ൽ സ്ഥാപിച്ച അതേ സ്വർണം തന്നെയാണോ, പൊതിഞ്ഞ സ്വർണം തന്നെയാണോ ഇവിടെ ഇപ്പോൾ നിലവിൽ ഉള്ളതെന്ന് SITക്ക് കണ്ടെത്താനാകും. അതിന് തക്ക വൈദഗ്ധ്യമുള്ള ആളുകളെയും കൊണ്ടാണ് SIT എത്തിയിരിക്കുന്നത്. അങ്ങനെ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നു. കട്ടിളപ്പാളിയിൽ നിന്നും അതിൻ്റെ പാളികൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. പ്രധാന വാതിലിൽ നിന്നും പാളികൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതെല്ലാം ഈ വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം, അതിനുശേഷം അതിന് മാറ്റം വരുത്തി പിന്നീട് ചെമ്പ് പാളികളിൽ സ്വർണം പൂശിയതാണ്. നമുക്കറിയാം 2019-ൽ ഈ ചെമ്പ് പാളി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും അത് ചെന്നൈയിലെത്തിച്ച് വീണ്ടും സ്വർണം പൂശി തിരികെ കൊണ്ട് സ്ഥാപിക്കുകയുമായിരുന്നു. 2025-ൽ വീണ്ടും അതേപടി തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ തിരികെ കൊണ്ടുവന്ന സ്വർണത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ദേവസ്വം ബോർഡിന്റെ രേഖകൾ പ്രകാരമുള്ളത് ഏറ്റവും ഒടുവിൽ 2025-ൽ ചെന്നൈയിലേക്ക് ഈ ദ്വാരപാലക ശില്പ പാളികൾ കൊണ്ടുപോവുകയും അത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തപ്പോൾ എത്ര അളവ് സ്വർണ്ണമുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കണക്കുകൾ മാത്രമാണ്. 2019-ൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഈ ദ്വാരപാലക ശില്പ പാളികളിൽ സ്വർണം പൊതിഞ്ഞതിന്റെ അളവ് എത്രയാണ് എന്നതിന്റെ രേഖ ഉൾപ്പെടെ ഇപ്പോൾ അതാണ് നേരത്തെ എല്ലാ ഭാഗങ്ങളിലും കൂടി 30 കിലോഗ്രാമിലധികം സ്വർണം വിജയ് മല്യ വഴിപാടായി നൽകിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ കാണുന്നത്. അതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രേഖ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും SITക്ക് കണ്ടെത്താനായത്. അതോടുകൂടിയാണ് ഇതിൽ ഇക്കാര്യത്തിൽ ഒരു വഴിത്തിരിവായിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ ഈ സ്വർണത്തിന്റെ അളവും അതിന്റെ ഗുണമേന്മയും ഒക്കെ പരിശോധിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ വിജയ് മല്യ അന്ന് സമർപ്പിച്ച സ്വർണത്തിന്റെ അളവ്, തൂക്കം സ്വർണം ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്നത് ഈ സാമ്പിൾ പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്നാണ് SITയുടെ ഒരു പ്രതീക്ഷ. ഹൈക്കോടതിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവിടെ നിന്നും വലിയ തോതിൽ സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്നൊരു സംശയം ഹൈക്കോടതി തന്നെ പ്രകടിപ്പിച്ചൊരു സാഹചര്യത്തിൽ SIT അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ്, അതായത് സമഗ്ര അന്വേഷണം. നേരത്തെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ നിന്നും ഈ പാളികൾ അഴിച്ചെടുത്തു കൊണ്ടുപോയി അത് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന വസ്തുവകകൾ മാത്രമല്ല, വിജയ് മല്യ അന്ന് സ്വർണം പൊതിഞ്ഞ് എവിടെയൊക്കെയാണോ നൽകിയിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ സ്വർണം എടുക്കാനുള്ള ഒരു നീക്കമാണ് SIT നടത്തുന്നത്. അതിൻ്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയിലാണ് ഈ ശ്രീകോവിലിൻ്റെ 4 വശങ്ങളിലുമുള്ള തൂണുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങൾ, അതിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇപ്പോൾ വൈദഗ്ധ്യമുള്ള ആളുകളെ കൊണ്ട് അഴിച്ചെടുത്ത് പ്രത്യേക മുറിയിലേക്ക് സ്വർണ്ണപ്പാളികളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ അതിൽ നിന്ന് മാറ്റി മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും ഇന്ന് തന്നെ മാറ്റി പരിശോധിക്കാനുള്ള നീക്കമുണ്ടോ?
ഇപ്പോൾ സമയം 2:50 ആയിരിക്കുന്നു. 3 മണിക്ക് നട തുറക്കേണ്ടതുണ്ട്. ഇനി കേവലം 10 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ആ 10 മിനിറ്റിനുള്ളിൽ ഒരു പക്ഷേ ഈ പാളികൾ എടുക്കാൻ കഴിയില്ലായിരിക്കാം. കാരണം അത് ഏറെ സങ്കീർണമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഇപ്പോൾ ഈ 1 മണിക്ക് തന്നെ ഈ പ്രക്രിയ ആരംഭിച്ച് ഇപ്പോൾ 2:50 കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സമയം കൊണ്ടാണ് ഇവർ ഈ 4 വശങ്ങളിലെയും ശ്രീകോവിലിൻ്റെ തൂണുകളിലെ പാളികളും ഒപ്പം തന്നെ കട്ടിളപ്പാളി, അതിൻ്റെ പ്രധാനപ്പെട്ട വാതിലിൻ്റെ പാളി എന്നിവ മാറ്റിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൂടി മാറ്റേണ്ടതുണ്ട്. അത് ഒരു പക്ഷേ ഈ 3 മണിക്ക് മുമ്പ് തീർന്നില്ലെങ്കിൽ ഇനി ഇന്ന് നട അടച്ചതിന് ശേഷം അത് നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയില്ല. ഏതായാലും ഇപ്പോൾ സുഗമമായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ദർശന സമയമല്ല, നട അടച്ചിട്ടിരിക്കുകയാണ്. 3 മണിയാകുമ്പോൾ നട തുറക്കും. നട തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മേൽശാന്തി, തന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഭാഗത്തേക്ക് വരും. ശ്രീകോവിലിനകത്ത് കയറി പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു രീതിയിലും ഇവിടെ ഈ പാളികൾ അഴിച്ചെടുക്കുക അത് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് ഇനി എപ്പോഴായിരിക്കുമോ നട അടയ്ക്കുന്നത് ആ സമയം നോക്കിയായിരിക്കും ഒരു പക്ഷേ ഈ ഒരു പരിശോധന തുടരുക. ഏതായാലും ഇപ്പോഴും പരിശോധന തുടരുക തന്നെയാണ്. ഏതായാലും 3 മണിയാകുമ്പോൾ എടുത്തു മാറ്റാൻ തന്നെ ഏകദേശം 2 മണിക്കൂറോളം സമയം വേണ്ടി വന്നു. പ്രവീൺ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അത്രയേറെ സൂക്ഷ്മതയോടുകൂടി ചെയ്യേണ്ടത് കൂടിയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ ആ പാളികൾ അടക്കം എടുക്കേണ്ടതും. അപ്പോൾ അത് ഇനിയിപ്പോൾ അവിടെ നിന്ന് മാറ്റിയില്ല. ഇപ്പോൾ തൂണുകളിലെ സ്വർണ്ണപ്പാളി മാറ്റിയതൊക്കെ എപ്പോഴായിരിക്കും ഇനി തിരിച്ചു വെക്കുക? കാരണം ഭക്തർ അത്രയേറെ ആളുകൾ ഇന്ന് മുതൽ തന്നെ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ആളുകളുണ്ട്. 10,000-കണക്കിന് ഭക്തർ ദർശനത്തിനായി എത്തുന്നുണ്ട്. അപ്പോൾ അവർ പൂർണ്ണമായിട്ടും അയ്യപ്പനെ കാണാനെത്തുമ്പോൾ പൂർണ്ണ രൂപത്തിൽ കാണുക എന്നൊരു വിശ്വാസത്തോടു കൂടി ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അവർക്ക് ആ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കൂടി ഇനി അന്വേഷണം നടക്കണ്ടേ? അതെ, അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭക്തരാണല്ലോ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അയ്യപ്പ ദർശനം എന്നുള്ളതിന് തന്നെയാണ് ശബരിമലയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിന് തടസ്സം വരാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തുക. നമുക്കറിയാം ഈ നേരത്തെ ഈ 2019-ലും 2025-ലാണെങ്കിലും എന്തുകൊണ്ട് ഈ ദ്വാരപാലക ശില്പ പാളികൾ അത് ഇവിടെ നിന്ന് കൊണ്ടുപോയി വീണ്ടും സ്വർണം പൂശാൻ നടപടിക്രമങ്ങൾ ആയി എന്ന ചോദ്യത്തിന് അവർ പലപ്പോഴായി മറുപടി പറഞ്ഞിരുന്നത് അതിൻ്റെ നിറം മങ്ങി, ഭക്തർ വരുമ്പോൾ അവർക്ക് സങ്കടമായിരിക്കും അത് നിറം മങ്ങി കാണുന്നത്. നമുക്കിപ്പോൾ തന്നെ ദൃശ്യത്തിൽ കാണാം ഈ ശ്രീകോവിലിൻ്റെ മുകൾ വശം മുഴുവൻ സ്വർണം പൊതിഞ്ഞിരിക്കുകയാണ്. അത് 1999-ൽ അത് സ്ഥാപിച്ചതാണ്. ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിരിക്കുന്നു. അത് മഴയും വെയിലും ഒക്കെ കൊണ്ട് അതിൻ്റെ നിറം മങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പല അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഭക്തരെ സംബന്ധിച്ച് അത് അവർക്ക് വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ നിറം മങ്ങുന്ന ഭാഗങ്ങൾ അത് വീണ്ടും അത് സ്വർണം പൂശി തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് എന്നുള്ള ന്യായീകരണമൊക്കെ ഈ 2019-ലെയും 2025-ലെയും ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഇപ്പോൾ 3 മണിയാകാൻ പോകുന്നു. കൃത്യം 3 മണിക്ക് തന്നെ ശബരിമല ക്ഷേത്രനട തുറക്കും. ഇന്ന് വൃശ്ചികം 1 വലിയ ഭക്തജനത്തിരക്ക് തന്നെയുണ്ട്. ഭക്തർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. SITയുടെ നിർണായകമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയാണ് സന്നിധാനത്ത് നടന്നിരുന്നത്. ശ്രീകോവിലിന്റെ 4 വശങ്ങളിലെ തൂണുകളിലെ പാളികളാണ് ആദ്യഘട്ടത്തിൽ അഴിച്ചെടുത്തിരിക്കുന്നത്. പ്രധാന വാതിലിലെ പാളികളും അഴിച്ചെടുത്തിട്ടുണ്ട്. പാളികൾ പ്രത്യേക മുറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.